മലങ്കര കാത്തലിക് ടിവിയുടെ കാറ്റക്കേസിസ് എന്ന പ്രോഗ്രാമിലെ തിരുസഭ ചരിത്രത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ 2 എപ്പിസോഡുകളായി നമ്മൾ കണ്ട തിരുസഭ ചരിത്രത്തിൽ സഭാചരിത്ര പഠനത്തെ 4 യുഗങ്ങളായി തിരിക്കാമെന്ന് മനസ്സിലാക്കി. ആദിമയുഗം, മധ്യയുഗം, ആധുനിക യുഗം, സമകാലിക യുഗം. ആദിമ യുഗത്തിലെ വിവിധ വിഷയങ്ങൾ നമ്മൾ പഠിക്കുകയും ചെയ്തു. എങ്ങനെയാണ് സഭ രൂപപ്പെട്ടതെന്നും വളർന്നതെന്നും പഠിച്ചു. യേശുവിൻ്റെ സുവിശേഷ ദൗത്യ ആഹ്വാനം സ്വീകരിച്ച ശിഷ്യന്മാർ തങ്ങളുടെ ദൗത്യ നിർവഹണം പരമപ്രധാനമായ കർത്തവ്യമാണെന്ന ബോധ്യത്തിൽ ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ സുവിശേഷം എത്തിക്കുകയും ക്രൈസ്തവ സഭാ സമൂഹങ്ങൾ രൂപപ്പെടുത്തുകയും ചെയ്തു. വിജാതിയരുടെ ഇടയിലും നഗരപ്രദേശങ്ങളിലുമുള്ള വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ്റെ സുവിശേഷ പ്രവർത്തനങ്ങൾ യഹൂദമത പശ്ചാത്തലത്തിന് പുറത്തേക്ക് വ്യാപിക്കാൻ കാരണമായി. അപ്പോസ്തലന്മാരുടെ കാലശേഷവും ഈ ദൗത്യം തുടർന്നു കൊണ്ടുപോകുന്നത് ക്രൈസ്തവ സമൂഹത്തിൻ്റെ ചുമതലയായി. അനുകൂലവും പ്രതികൂലവുമായ സാഹചര്യങ്ങളിൽ സുവിശേഷം പ്രചരിപ്പിക്കുവാൻ ക്രിസ്ത്യാനികൾ മുന്നോട്ട് വന്നു. 2-3 നൂറ്റാണ്ടുകളിൽ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിൽ ക്രിസ്തുമതം വ്യാപിച്ചിരുന്നു. പക്ഷേ 6-ാം നൂറ്റാണ്ട് വരെ പ്രേക്ഷിത പ്രവർത്തനം സംഘടിതമായ ശൈലിയിൽ ആയിരുന്നില്ല. ഈ കാലഘട്ടത്തിലെ മാനസാന്തരങ്ങൾ മിക്ക സ്ഥലങ്ങളിലും രാജാക്കന്മാരുടെ സമ്മർദ്ദങ്ങളിലും നേതാക്കന്മാരുടെ സ്വാധീനങ്ങളിലും ഉള്ളതായിരുന്നു. ക്രമേണ ഇംഗ്ലണ്ട്, അയർലൻഡ്, ജർമ്മനി, അതുപോലെ തന്നെ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളായ ഡെൻമാർക്ക്, നോർവേ, സ്വീഡൻ എന്നീ രാജ്യങ്ങളിലും ക്രിസ്തുമത പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇക്കാലയളവിൽ തന്നെ പോളണ്ട്, ബൾഗേറിയ, ഹംഗറി, റഷ്യ എന്നിവിടങ്ങളിലും പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. പാശ്ചാത്യ ലോകത്ത് 6 മുതൽ 10 വരെയുള്ള നൂറ്റാണ്ടുകളിൽ മിഷൻ പ്രവർത്തനങ്ങളിൽ രാജാക്കന്മാരും ജനങ്ങളും ഒരുമിച്ച് പ്രയത്നിച്ചു. മാർപ്പാപ്പമാരുടെയും രാജാക്കന്മാരുടെയും സഹായം ഈ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയിൽ നിർണായകമാകുകയായിരുന്നു. രാഷ്ട്രീയപരമായ പല മാർഗങ്ങളും ഇതിനായി ഉപയോഗിച്ചിരുന്നു. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് മധ്യയുഗത്തിലെ വിവിധ ചരിത്ര സംഭവങ്ങളും വിഷയങ്ങളുമാണ്. മധ്യയുഗത്തിലെ സഭയെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ AD 692 മുതൽ 1517 വരെയുള്ള കാലഘട്ടത്തിൽ മാർപ്പാപ്പ സാർവത്രിക സഭയുടെ പരമാധ്യക്ഷൻ മാത്രമല്ല, പൂർണ്ണമായും ഒരു രാഷ്ട്രീയ അധികാരി കൂടിയായിരുന്നു. ഇറ്റലിയുടെ മധ്യഭാഗത്ത് റോമ കേന്ദ്രമാക്കിക്കൊണ്ട് പേപ്പൽ സ്റ്റേറ്റ്, പത്രോസിൻ്റെ പത്രമേനി എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന ഒരു ഭൂവിഭാഗമായിരുന്നു മാർപ്പാപ്പയുടെ രാജ്യം. ഈ പ്രദേശത്ത് ഒരു രാജാവിൻ്റേതായ സകല ഭൗതിക അധികാരങ്ങളും സമ്പത്തും മാർപ്പാപ്പയ്ക്കുണ്ടായിരുന്നു. കാലക്രമത്തിലുള്ള സഭയുടെ വളർച്ചയുടെ ഭാഗമായി അധികാരവും രാഷ്ട്രീയപരമായ ശക്തമായ സ്വാധീനവും വർദ്ധിച്ചു. പേപ്പൽ സ്റ്റേറ്റ് AD 313 സഭയ്ക്ക് ലഭിച്ച മതസ്വാതന്ത്ര്യം, അതായത് റോമാ സാമ്രാജ്യത്തിൽ സഭ സ്വതന്ത്രമായപ്പോൾ പൂർണ്ണമായ ആരാധനാ ക്രമാനുഷ്ഠാനത്തിനും ഭൗതിക സംവിധാനങ്ങൾക്കും വസ്തുവകകൾ കൈകാര്യം ചെയ്യുന്നതിനും സ്വാതന്ത്ര്യം സഭയ്ക്ക് ലഭിച്ചു. ഇതിൻ ഫലമായി കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയും നിരവധി പ്രഭുക്കന്മാരും സഭയ്ക്ക് ഭൗതിക ആവശ്യങ്ങൾക്കായി വിശാലമായ ഭൂപ്രദേശങ്ങൾ ദാനം ചെയ്തു. ക്രമേണ ഇറ്റലിയിലെ ഏറ്റവും വലിയ ഭൂവുടമ മാർപ്പാപ്പയായി. റോമ കേന്ദ്രമായി ഇറ്റലിയിലെ വിവിധ പ്രദേശങ്ങൾ പേപ്പൽ സ്റ്റേറ്റായി രൂപം കൊണ്ടു. ഇത് രാജകീയ പ്രതാപത്തിലേക്കും അധികാര പ്രയോഗത്തിലേക്കും വഴിതെളിച്ചു. രാഷ്ട്രീയ അധികാരം ലഭിച്ചതോടെ സഭാ അധികാരികളുടെ ക്രിസ്തീയ ലാളിത്യവും അരൂപിയും ആഡംബര ജീവിതത്തിനും രാജകീയ വേഷവിധാനങ്ങൾക്കും രാജകീയ പ്രൗഢികൾ ആസ്വദിക്കുന്നതിനും വഴിമാറിക്കൊടുത്തു എന്ന് പറയേണ്ടിയിരിക്കുന്നു. മാർപ്പാപ്പയ്ക്ക് ലാറ്ററൻ കൊട്ടാരം സൗജന്യമായി ലഭിച്ചു. രാജകീയ വേഷവിധാനങ്ങളായ കിരീടവും പുറങ്കുപ്പായവും ചുവന്ന ഉടുപ്പും മറ്റ് രാജകീയ വസ്ത്രങ്ങളും ഉപയോഗിച്ചു തുടങ്ങി. മാർപ്പാപ്പയുടെ അംശവടി രാജാവിൻ്റെ ചെങ്കോലിന് പകരമായി. ഇങ്ങനെ ഒരു രാജാവിൻ്റെ എല്ലാ വേഷവിധാനങ്ങളും സ്ഥാനമാനങ്ങളും പാശ്ചാത്യ സഭാധികാരിയായ മാർപ്പാപ്പയുടെ അവകാശമാക്കി. ബാഹ്യശക്തികളിൽ നിന്ന് പേപ്പൽ സ്റ്റേറ്റുകളെ സംരക്ഷിക്കാൻ, സ്വന്തം രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം വർദ്ധിപ്പിക്കാൻ മാർപ്പാപ്പ അങ്ങനെ ബാധ്യസ്ഥനായി. മറ്റ് രാജ്യങ്ങളുടെ സഹായം തേടാൻ തുടങ്ങി.
ഇതിനായി മാർപ്പാപ്പ ഫ്രാൻസിൻ്റെ സഹായം തേടി. അങ്ങനെ രാഷ്ട്രത്തലവന്മാർ സഭാകാര്യങ്ങളിൽ ഇടപെടാൻ തുടങ്ങി. പലപ്പോഴും രാജാവിൻ്റെ ഇംഗിതത്തിന് വഴങ്ങാനും ബാധ്യസ്ഥനായി. ഫ്രാൻസിലെ രാജാവായ ഷാർലിമീൻ്റെ കാലത്ത് ഈ കൈകടത്ത് വളരെ വ്യക്തമായി കാണാൻ കഴിയും. രാഷ്ട്രത്തലവന്മാരുടെ കൈകടത്തൽ ഒഴിവാക്കാനും സ്വന്തമായൊരു അധികാര വലയം സൃഷ്ടിക്കാനുമുള്ള പരിശ്രമമായിരുന്നു പേപ്പൽ സ്റ്റേറ്റിൻ്റെ പിന്നിലുണ്ടായിരുന്നത്. ഇനി നമ്മൾ കാണുന്നത് ഫ്യൂഡലിസം അഥവാ ജന്മി സമ്പ്രദായം. ജന്മി സമ്പ്രദായമാണ് 8-ാം നൂറ്റാണ്ട് മുതൽ 13-ാം നൂറ്റാണ്ട് വരെയും പശ്ചിമ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിലവിലിരുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളിലെ സമ്പദ് വ്യവസ്ഥ കൃഷി പ്രധാനമായപ്പോൾ കൂടുതൽ സുരക്ഷിതത്വത്തിനു വേണ്ടി ഏർപ്പെടുത്തിയ സൈനിക രാഷ്ട്രീയ വ്യവസ്ഥിതിയാണ് ഫ്യൂഡലിസം. സൈനിക സഹായത്താൽ വലിയ ഭൂ ഉടമകൾ നേടിയെടുക്കുന്ന കൃഷിയിടങ്ങൾ ഇടത്തരക്കാർക്ക് ഭൂമി വീതിച്ചു കൊടുക്കുകയും അവർ അവരുടെ ആശ്രിതർക്ക് അതേ കരാറിൽ ഭൂമി കൃഷി ചെയ്യാൻ നൽകുകയും സൈനിക സംരക്ഷണം ഉറപ്പാക്കുകയും ചെയ്യുന്നത് സാധാരണമായി. ഇതിനു പകരമായി കൃഷിക്കാർ പ്രതിഫലം പ്രഭുക്കന്മാർക്ക് നൽകി. ഈ സമ്പ്രദായത്തെയാണ് ഫ്യൂഡൽ വ്യവസ്ഥിതിയായി നാം മനസ്സിലാക്കുക. ജന്മി സമ്പ്രദായം ഉടലെടുത്തതോടെ പലരും അതിലേക്ക് ആകർഷകരായി. രാഷ്ട്രീയവും സാമുദായികവുമായ ചില കാരണങ്ങൾ അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. ഷാർലിമെയിൻ സാമ്രാജ്യത്തിൻ്റെ വിഭജനവും അധപതനവും ഓരോ പ്രദേശവും ചെറു രാജാക്കന്മാരെയും പ്രഭുക്കന്മാരുടെയും അധീനതയിലാവുകയും ചെയ്തു. ഉദാരമനസ്കരായ ആളുകൾ വളരെയധികം ഭൂമി സഭയ്ക്ക് വിട്ടുകൊടുത്തു. അങ്ങനെ സഭ ഒരു ഭൂ ഉടമയായി. പുതിയ വ്യവസ്ഥിതിയിൽ ഭൂ ഉടമയ്ക്ക് ഭൂമിയുടെ മേൽ ഉടമസ്ഥാവകാശത്തിന് പുറമെ രാഷ്ട്രീയ അധികാരം കൂടിയുണ്ടായിരുന്നു. ഈ വ്യവസ്ഥിതിക്ക് 2 ഫലങ്ങളാണ് ഉണ്ടായത്. രാഷ്ട്രീയ അധികാരം കൈവശപ്പെടുത്തുവാനോ വർദ്ധിപ്പിക്കുവാനോ ആഗ്രഹിച്ചവർ അതിനുള്ള മാർഗമായി കണ്ടത് കൂടുതൽ ഭൂമി കൈവശപ്പെടുത്തുക എന്നതാണ്. അങ്ങനെ അവർ സഭയുടെ അധീനതയിൽ ഉണ്ടായിരുന്ന ഭൂമിയിൽ നോട്ടമിട്ടു. അതേസമയം സഭ വക ഭൂമിയുടെ ഭരണം നടത്തിയിരുന്ന മെത്രാന്മാരും ആശ്രമശ്രേഷ്ഠന്മാരും ഫ്യൂഡൽ പ്രഭുക്കന്മാരായി. അതോടൊപ്പം ഭരണകർത്താക്കളും സഭാധികാരികളും ഫ്യൂഡലിസ്റ്റ് പ്രഭുക്കന്മാരുടെ സ്ഥാനമാനങ്ങളിലും സ്ഥാനചിഹ്നങ്ങളിലും ആകൃഷ്ടരായി. ഇവർക്ക് പല ആനുകൂല്യങ്ങളും ഉണ്ടായിരുന്നു. തങ്ങളുടെ മുകളിലുള്ള ഫ്യൂഡൽ പ്രഭുക്കന്മാരിൽ നിന്ന് സംരക്ഷണം ലഭിച്ചതിന് പുറമെ നികുതി, പിഴകൾ, റവന്യൂ എന്നിവ പിരിക്കാനും പുതിയ നാണയങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരവും ഇവർക്കുണ്ടായിരുന്നു. രാഷ്ട്രീയ അധികാരികൾ സഭാവസ്തുക്കൾ പിടിച്ചെടുക്കുകയും മറ്റുള്ളവർക്കായി വീതിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. വൈദികർ, ആബട്ടുമാർ, മെത്രാന്മാർ മുതലായവർ പ്രഭുക്കന്മാരുടെ കീഴിൽ ജോലി ചെയ്യാൻ തുടങ്ങി. ഓരോ പള്ളികളും രൂപതകളും ഓരോ പ്രഭുക്കന്മാരുടെ സ്വാധീനത്തിലും ഭരണത്തിലുമായി. പക്ഷേ ഫ്യൂഡലിസം സഭയെ വളരെ ദോഷകരമായി ബാധിച്ചു. സഭയും സഭാ സ്ഥാപനങ്ങളും ധനാഗമ മാർഗങ്ങളായി അധപ്പതിച്ചതിലുപരി സഭയെ പ്രതികൂലമായി ബാധിച്ചത് സഭാഭരണത്തിൽ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും അനിയന്ത്രിതമായ കൈകടത്തലാണ്. മെത്രാന്മാരുടെ തെരഞ്ഞെടുപ്പിൽ പ്രഭുക്കന്മാർക്കും ഭരണാധികാരികൾക്കും ഉണ്ടായിരുന്ന സ്വാധീനമാണ് ബാഹ്യ സമ്മർദ്ദങ്ങളിൽ ഏറ്റവും പ്രധാനം. ക്രിസ്തീയ വിശ്വാസം, സഭാശിക്ഷണം തുടങ്ങി ഗൗരവകരമായ വിഷയങ്ങളിലും രാജാക്കന്മാർ കൈകടത്താൻ തുടങ്ങി. സഭാവസ്തുക്കളും സന്യാസ ആശ്രമങ്ങളും വ്യക്തികളുടെ സ്വത്തുവകയാക്കി മാറ്റുന്ന രീതിയും ഫ്യൂഡലിസവും കൂടി ഒരാധ്യാത്മിക ശക്തിയായിരുന്ന സഭയെ വെറും ഭൗതിക ശക്തിയായി തരം താഴ്ത്തി. തന്മൂലം പല സമ്മർദ്ദങ്ങൾക്കും സഭ അടിമയാകേണ്ടി വന്നു. ഇത് ഭരണപരമായ അനവധി ക്രമക്കേടുകൾക്ക് വഴിതെളിച്ചു. അങ്ങനെ ഈ കാലഘട്ടം സഭാചരിത്രത്തിലെ ഇരുണ്ട യുഗമായിരുന്നു. ഈ കാലഘട്ടങ്ങളിലെ ചരിത്ര സംഭവങ്ങളെ അവലോകനം ചെയ്യുമ്പോൾ ചരിത്രം പഠിപ്പിക്കുന്ന ചില പാഠങ്ങളെപ്പറ്റി കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സഭാ അധികാരികൾ രാഷ്ട്രീയ അധികാരികളുടെ പിറകെ പോകുന്നതും അവരുടെ അധാർമികവും സുഖലോലുപതയും സഭയുടെ ദൗത്യത്തെ തന്നെ പരാജയപ്പെടുത്താൻ പോരുന്നതായി തോന്നിയേക്കാം. സഭാ അധികാരികളുടെ പരാജയപ്പെട്ട ജീവിതം സഭയുടെ മാനുഷിക വശത്തെയാണ് കാണിക്കുന്നത്. മധ്യയുഗങ്ങളിലെ സഭാചരിത്രം കാണിച്ചു തരുന്നത് മാനുഷിക ബലഹീനത എത്രമാത്രം അധപ്പതിക്കാൻ ഇടയുണ്ട് എന്നതാണ്. എന്നാൽ സഭാസബുദം ഇളകാതെ നിലനിൽക്കുന്നുവെങ്കിൽ അതിന് കാരണം സഭയ്ക്ക് ദൈവികമായ ഒരു വശം കൂടിയുണ്ട്. വ്യക്തികളിലല്ല, ദൈവ പരിപാലനയിലാണ് സഭയുടെ അടിത്തറ പണിതിരിക്കുന്നത്.
മനുഷ്യകരങ്ങളല്ല, മിശിഹായുടെ അരൂപിയാണ് സഭയെ നയിക്കുക. അതുകൊണ്ട് മധ്യയുഗത്തിലെ സഭയുടെ ചരിത്രം നിരാശയിലേക്കല്ല, പ്രത്യാശയിലേക്കാണ് സഭാമക്കളെ നയിക്കേണ്ടത്. പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും നിറഞ്ഞ സഭ നീങ്ങുന്നത് കരുണാധരനായ ദൈവത്തിൻ്റെ തണലിലൂടെ മാത്രമാണ്. ചരിത്രം ആവർത്തിക്കാതെ നേതൃത്വം ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണെന്നും ജീവിത സാക്ഷ്യത്തിനു വേണ്ടിയാണെന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ പാശ്ചാത്യ സഭയുടെ നവോത്ഥാനം മധ്യയുഗത്തിൽ എപ്രകാരമായിരുന്നു എന്ന് നമുക്ക് നോക്കാം. സഭയുടെ ഭരണകാര്യങ്ങളിൽ രാഷ്ട്രീയ അധികാരികളുടെ അമിതമായ ഇടപെടൽ സഭയ്ക്ക് വളരെയേറെ ദോഷം ചെയ്തു. സഭയുടെ അധികാര സ്ഥാനങ്ങളിൽ രാജാക്കന്മാരുടെയും മറ്റു ഭരണാധിപന്മാരുടെയും ബന്ധുക്കളെ നിയമിച്ചു. അങ്ങനെ അനർഹരായ പലരും സഭയിൽ അധികാരത്തിൽ കയറിപ്പറ്റി. ഇവർ സഭയിൽ ധാർമ്മികവും ആധ്യാത്മികവുമായ അധപ്പതനത്തിന് വഴിയൊരുക്കി. വിദേശ ആക്രമണങ്ങളും തൽഫലമായ അരക്ഷിതാവസ്ഥയും വലിയൊരു ആഘാതം തന്നെയായിരുന്നു. ഇപ്രകാരം വിവിധ മേഖലകളിൽ പാളിപ്പോയ സഭയെ നവീകരിക്കേണ്ടത് ആ കാലഘട്ടത്തിൻ്റെ ആവശ്യമായിരുന്നു. ഇത് മനസ്സിലാക്കി ശരിയായ പാരമ്പര്യത്തിൽ നിന്നും വഴുതി മാറിക്കൊണ്ടിരിക്കുന്ന ജനങ്ങളെ തിരികെ കൊണ്ടുവരുവാനും വികലമായ ആധ്യാത്മിക ജീവിതത്തെ പുനർജീവിപ്പിക്കുവാനും ചിലർ തയ്യാറായി. ഇങ്ങനെ നവോത്ഥാന പ്രസ്ഥാനവുമായി ആദ്യം രംഗപ്രവേശനം ചെയ്തത് ക്ലൂണിയിലെ സന്യാസികളാണ്. നമുക്ക് അതുകൊണ്ട് ക്ലൂണി പ്രസ്ഥാനത്തെക്കുറിച്ച് കുറച്ച് മനസ്സിലാക്കാം. മധ്യശതകങ്ങളിൽ പാശ്ചാത്യ സഭയ്ക്കുണ്ടായ ആധ്യാത്മിക അധപതനം ആശ്രമ ജീവിതത്തെയും സാരമായി ബാധിച്ചു. പല മാർഗങ്ങളിലൂടെയും ആശ്രമങ്ങളിൽ സ്വത്ത് കുന്നുകൂടിയപ്പോൾ ആശ്രമവാസികൾ ആഡംബര ജീവിതത്തിലേക്ക് തിരിയുവാൻ ഇടയായി. ദൈവത്തിന് സ്വയം സമർപ്പിച്ചിറങ്ങിയവരുടെ ഇടയിലാണ് നവീകരണം ആദ്യമായി നടക്കേണ്ടതെന്ന് മനസ്സിലാക്കിയ ചില വിശുദ്ധർ അതിനായി പരിശ്രമിച്ചു തുടങ്ങി. ആശ്രമ ജീവിത നവീകരണത്തിൻ്റെ ആദ്യഘട്ടമാണ് ക്ലൂണിയൻ പ്രസ്ഥാനം. ഫ്രാൻസിലെ ക്ലൂണി നഗരത്തിൽ 910 സ്ഥാപിതമായ ഒരു സന്യാസ വിഭാഗത്തെയാണ് ക്ലൂണി എന്ന പേരിൽ വിളിച്ചത്. ക്ലൂണിയൻ മാത്രം കേന്ദ്രീകൃതമായിരുന്നു ഇതിൻ്റെ പ്രവർത്തനങ്ങളെങ്കിലും ക്രമേണ നവീകരണ പ്രസ്ഥാനങ്ങളുടെ കേന്ദ്രമായി തീർന്നു. നിലവിലിരുന്ന ആശ്രമങ്ങൾ നവീകരിക്കുക, പുതിയവ സ്ഥാപിക്കുക എന്നീ കൃത്യങ്ങൾ അന്നത്തെ മാർപ്പാപ്പമാർ ഇവരെയാണ് ഏൽപ്പിച്ചത്. ഭിക്ഷു സന്യാസികൾ അഥവാ മെൻഡിക്കൻ ഓർഡേഴ്സിനെ കുറിച്ച് നമുക്ക് അല്പം പഠിക്കാം. 12-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 13-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലുമായി സഭയിൽ അങ്ങിങ്ങായി തെറ്റായ സിദ്ധാന്തങ്ങൾ പ്രചരിച്ചു തുടങ്ങി. സഭയുടെ ആധ്യാത്മിക ശക്തി ക്ഷയിച്ചു തുടങ്ങി. തങ്ങളുടെ ജീവിത മാതൃക കൊണ്ടും ഉപദേശം കൊണ്ടും മനുഷ്യരെ നല്ല വഴിക്ക് തിരിക്കാമെന്ന വിശ്വാസത്തോടെ 2 പേർ പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങി. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസും സ്പെയിനിലെ വിശുദ്ധ ഡൊമിനിക്കും. ഫ്രാൻസിസ്കൻ സന്യാസ സഭയ്ക്കും ഡൊമിനിക്കൻ സന്യാസ സഭയ്ക്കും രൂപം നൽകിയത് ഇവരാണ്. ഇവർ സമൂഹ അംഗങ്ങളായി ലളിത ജീവിതം നയിക്കുകയും ഭിക്ഷാടനം ചെയ്ത് ജീവിക്കുകയും ചെയ്തതിനാൽ ഇവർക്ക് ഭിക്ഷു സന്യാസിമാർ എന്നു പേര് സിദ്ധിച്ചു. അങ്ങനെ മധ്യശതകത്തിലുണ്ടായിരുന്ന സഭയുടെ അധപ്പതനത്തിന് ഒരു ആധ്യാത്മിക നവീകരണവും നവോത്ഥാനവും കൊടുക്കുവാൻ ഈ സന്യാസ സമൂഹങ്ങൾക്ക് സാധിച്ചു എന്നത് സത്യമാണ്. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് മധ്യശതകത്തിൽ ക്രിസ്തീയ സഭയും ഇസ്ലാമും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. സഭയ്ക്ക് പുറത്തുനിന്ന് നേരിടേണ്ടി വന്ന പുതിയ വെല്ലുവിളികളിൽ ഒന്നായിരുന്നു ഇസ്ലാം മതത്തിൻ്റെ മുന്നേറ്റം. ചരിത്രപരമായി 6-ാം നൂറ്റാണ്ടിൽ സൗദി അറേബ്യയിൽ മക്കയിൽ ഖുറൈഷ് വർഗത്തിൽ മുഹമ്മദ് ജനിച്ചു. ഇദ്ദേഹമാണ് ഇസ്ലാം മതത്തിൻ്റെ സ്ഥാപകൻ. ഏകാന്തതയും ധ്യാനാത്മക ജീവിതവും ഇഷ്ടപ്പെട്ടിരുന്ന മുഹമ്മദ് മക്കയുടെ പരിസരത്തുള്ള ഹീര മലയിലെ ഗുഹകളിൽ പോയി താമസിക്കുക പതിവായിരുന്നു. അവിടെ വെച്ച് തൻ്റെ 40-ാമത്തെ വയസ്സിൽ ഒരു ദർശനമുണ്ടായതായി അദ്ദേഹം പറയുന്നു. സത്യവിശ്വാസം ലോകത്തിന് പ്രദാനം ചെയ്യുവാനും കഠിനവും ആസന്നവുമായ ദൈവവിധിയെപ്പറ്റി പ്രസംഗിക്കുവാനും ദൈവത്തിൻ്റെ മതത്തെ ശുദ്ധീകരിക്കുവാനുമായി ദൈവത്താൽ അയക്കപ്പെട്ട അവസാനത്തെ പ്രവാചകനാണ് താനെന്ന് മുഹമ്മദ് വിശ്വസിച്ചു. ഹീരമലയിൽ വെച്ച് ലഭിച്ച വെളിപാടുകളും പ്രവാചകന്റെ വചനങ്ങളുമാണ് മുസ്ലിം ജനതകളുടെ വിശുദ്ധ ഗ്രന്ഥമായ ഖുർആന്റെ ഉള്ളടക്കം. മുഹമ്മദിൻ്റെ ഈ നൂതന ചിന്താഗതികൾക്ക് മെക്കയിൽ വേണ്ടത്ര സ്വീകരണം ലഭിച്ചില്ല. AD 622 മെക്കയുടെ വടക്കുള്ള മെദീനയിലേക്ക് പലായനം ചെയ്തു. അവിടെ വെച്ച് മുഹമ്മദിന് ധാരാളം അനുയായികളെ ലഭിക്കുകയും 632
മുഹമ്മദ് അന്തരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അനുയായികൾ പല സ്ഥലങ്ങളിലും നിർണായകമായ ആധിപത്യം നേടിക്കഴിഞ്ഞിരുന്നു. ഇസ്ലാമും സഭയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അക്കാലത്ത് സൗദി അറേബ്യയിൽ ക്രിസ്ത്യാനികളും യഹൂദന്മാരും ഗോത്രമത വിശ്വാസികളും ഉണ്ടായിരുന്നു. തന്മൂലം യഹൂദ ക്രൈസ്തവ മതങ്ങളുടെ ഗണ്യമായ സ്വാധീനം മുഹമ്മദിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. യഹൂദമതം, ക്രിസ്തുമതം, അറേബ്യൻ പേഗനിസം എന്നിവയുടെ സമ്മിശ്രമാണ് ഇസ്ലാം എന്ന് പറയുന്നതിൻ്റെ കാരണവും മറ്റൊന്നുമല്ല. ക്രിസ്തുമതത്തിൻ്റെ സ്വാധീന ശക്തിയും മുഹമ്മദിൽ കാണാം. മുഹമ്മദിൻ്റെ ഭാര്യയായ ഖദീജയുടെ ബന്ധുവായ വറാഖ് ഒരു ക്രിസ്ത്യൻ സന്യാസിയായിരുന്നു. ഇദ്ദേഹത്തിൽ നിന്നാകാം ക്രിസ്തുവിനെക്കുറിച്ച് മുഹമ്മദ് മനസ്സിലാക്കിയതെന്ന് ചില പണ്ഡിതന്മാർ പറയുന്നു. അറേബ്യയുടെ പല യഹൂദ ഗോത്രങ്ങളും മുഹമ്മദിൻ്റെ കാലത്ത് സാമ്പത്തികമായി ഉന്നതിയിലുള്ളവയായിരുന്നു. ഈ യഹൂദ ഗോത്രങ്ങളിൽ പലതിനെയും മുഹമ്മദ് മദീനയിൽ എത്തിയ ശേഷം ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. മുഹമ്മദിന് ശേഷം പിൻഗാമികളായ ഖാലിഫ്മാർ അറേബ്യയുടെ പ്രാന്തപ്രദേശങ്ങൾ വിശുദ്ധ യുദ്ധം അഥവാ ജിഹാദ് പ്രഖ്യാപിച്ച് കീഴടക്കാൻ ആരംഭിച്ചു. ബൈസന്റൈൻ സാമ്രാജ്യത്തിൻ്റെ സമ്പന്ന ഭാഗങ്ങൾ അവരുടെ കൈവശമായി. കീഴടക്കിയ സ്ഥലങ്ങളിൽ ക്രിസ്ത്യാനികളുടെ പരസ്യ ആരാധന മുടക്കി എന്നല്ലാതെ മറ്റൊന്നും അപ്പോൾ ചെയ്തില്ല. പിന്നീട് അറേബ്യയിൽ നിന്ന് എല്ലാ ക്രൈസ്തവരെയും യഹൂദരെയും നാടുകടത്തി. തൽഫലമായി ക്രിസ്തുമതം ശക്തമായിരുന്ന പലയിടങ്ങളിലും സഭ ക്ഷയിച്ചു. ഇസ്ലാമിൻ്റെ ഈ മുന്നേറ്റം ക്രിസ്തീയ സഭയ്ക്കൊരു ഭീഷണിയായി തീർന്നു. പൗരസ്ത്യ രാജ്യങ്ങളിൽ സംഘടിത സഭയ്ക്ക് അടിക്കടിയുണ്ടായ പരാജയങ്ങൾ ചില നടപടികളെടുക്കാൻ സഭാ നേതൃത്വത്തെ പ്രേരിപ്പിച്ചു. ഇതിൻ്റെ ഫലമായിരുന്നു കുരിശുയുദ്ധങ്ങൾ. എന്താണ് കുരിശുയുദ്ധം? മുസ്ലിമുകളുടെ കൈകളിൽ നിന്നും തിരുക്കല്ലറയും മറ്റു വിശുദ്ധ സ്ഥലങ്ങളും വീണ്ടെടുക്കുന്നതിനും മുഹമ്മദീയ ആക്രമണങ്ങളിൽ നിന്ന് പശ്ചിമ യൂറോപ്പിനെ സംരക്ഷിക്കുന്നതിനും വേണ്ടി മധ്യയുഗത്തിൽ മാർപ്പാപ്പന്മാരുടെ അംഗീകാരത്തോടും അനുഗ്രഹ ആശസ്സുകളോടും കൂടി പാശ്ചാത്യ ക്രൈസ്തവർ നടത്തിയ ഐതിഹാസിക സമരമുന്നേറ്റങ്ങളാണ് കുരിശുയുദ്ധങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. കുരിശുയുദ്ധത്തിന് പൊയ്ക്കൊള്ളാമെന്ന് വ്രതമെടുത്തിരുന്നവരാണ് കുരിശു യോദ്ധാക്കൾ. ഈ വ്രതത്തിൻ്റെ അടയാളമായി ഇക്കൂട്ടർ തോളിൽ കുരിശടയാളമുള്ള ഒരു വസ്ത്രം ധരിച്ചിരുന്നു. ഇതിൽ പങ്കെടുക്കുന്നവർക്കെല്ലാം ഒരാധ്യാത്മികവും ഭൗതികവുമായ നിരവധി ആനുകൂല്യങ്ങൾ മാർപ്പാപ്പമാർ നൽകി. പാപങ്ങൾ ഏറ്റുപറഞ്ഞ കുരിശു യോദ്ധാക്കളെ പ്രായശ്ചിത്ത പ്രവൃത്തികൾ ചെയ്യേണ്ട ആവശ്യകതയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. കുരിശു യുദ്ധങ്ങൾക്കായി പുറപ്പെട്ടവരുടെ സ്വത്തുക്കൾ സഭാ അധികാരികൾ ഏറ്റെടുത്തു. യോദ്ധാക്കളുടെ കടബാധ്യതകൾ തീർക്കാനുള്ള കാലാവധി നീട്ടിക്കൊടുത്തു. അങ്ങനെ ആ കാലഘട്ടത്തിൽ നിരവധി ആൾക്കാർ കുരിശു യുദ്ധത്തിന് മുന്നോട്ട് വന്നു. കുരിശു യുദ്ധത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. 7-ാം നൂറ്റാണ്ടിൽ തന്നെ അറബികൾ പാലസ്തീന കീഴടക്കി. എങ്കിലും പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ കൂടാതെ ക്രിസ്ത്യാനികൾക്ക് തിരുക്കല്ലറ സന്ദർശിക്കുന്നതിന് സാധിച്ചിരുന്നു. എന്നാൽ 11-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ സെലൂഷ്യൻ തുർക്കികളുടെ മുന്നേറ്റത്തെ തുടർന്ന് തിരുക്കല്ലറയിലേക്ക് തീർത്ഥാടകരുടെ പ്രവാഹം നിയന്ത്രിക്കപ്പെട്ടു. 1010 കാലിഫയായിരുന്ന ഹാക്കിം തിരുക്കല്ലറയുടെ മുകളിലുണ്ടായിരുന്ന ദേവാലയം നശിപ്പിച്ചു. 1071 മാൻസിക്കാർട്ട യുദ്ധത്തിൽ തുർക്കികൾ ബൈസന്റൈൻ സാമ്രാജ്യത്തിനുമേൽ നിർണായകമായ വിജയം നേടിയതോടെ തീർത്ഥാടനം കൂടുതൽ വിഷമകരമായി. കുരിശു യുദ്ധങ്ങൾക്ക് വഴിതെളിച്ച ഒരു പ്രധാന കാരണമായിരുന്നു ഇത്. 1071 തുർക്കികൾ ജെറുസലേം പൂർണ്ണമായും കീഴടക്കി. തിരുക്കല്ലറ സന്ദർശിക്കുന്ന തീർത്ഥാടകരിൽ നിന്ന് ഭീമമായ നികുതി ഇവർ ഈടാക്കി. ചിലപ്പോൾ തീർത്ഥാടകർ ആക്രമിക്കപ്പെടുകയും കൊള്ളയടിക്കപ്പെടുകയും ചെയ്തിരുന്നു. സിറിയയിലും ഏഷ്യ മൈനറിലും ക്രിസ്ത്യാനികൾക്കെതിരെ ഉണ്ടായ മുസ്ലിം ആക്രമണങ്ങളും കുരിശുയുദ്ധങ്ങളെ പറ്റിയുള്ള ആശയം വളർത്തിക്കൊണ്ടുവരുവാൻ സഹായിച്ചു. കുരിശുയുദ്ധങ്ങൾക്ക് പെട്ടെന്നുള്ള കാരണമായി കണക്കാക്കപ്പെടുന്നത് ബൈസന്റൈൻ ചക്രവർത്തിയായിരുന്ന അലക്സിയൂസ് കൊംനേസുസിൻ്റെ സഹായ അഭ്യർത്ഥനയാണ്. അതോടൊപ്പം പൗരസ്ത്യ ക്രൈസ്തവ രാജ്യങ്ങളിൽ നിന്നും തുടരെയുള്ള സഹായ അഭ്യർത്ഥനകൾ അന്നത്തെ മാർപ്പാപ്പയായിരുന്ന ഗ്രിഗറി 7 ലഭിച്ചിരുന്നു. ഒരു സൈന്യ സഹായം നൽകാനും തിരുക്കല്ലറയിലേക്ക് തീർത്ഥാടനം നടത്താമെന്നും മാർപ്പാപ്പയ്ക്ക് ഉദ്ദേശമുണ്ടായിരുന്നു. ഇത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാനുള്ള നടപടികൾ ആരംഭിച്ചത് ഉർബൻ 2 മാർപ്പാപ്പയുടെ കാലത്താണ്. 1095 നവംബർ 18 ക്ലെയർബോൺ എന്ന സ്ഥലത്ത് ഒരു കൗൺസിൽ ആരംഭിച്ചു. കൗൺസിലിൽ
ഉർബൻ രണ്ടാമൻ മാർപ്പാപ്പ കുരിശുയുദ്ധങ്ങളെപ്പറ്റി തൻ്റെ ആശയം അവതരിപ്പിച്ചു. തുർക്കികളുടെ നിരന്തര പീഡനങ്ങൾക്കും വശംവദരായിക്കൊണ്ടിരിക്കുന്ന പൗരസ്ത്യ ക്രൈസ്തവരെ സഹായിക്കാൻ അദ്ദേഹം എല്ലാ പ്രഭുക്കന്മാരോടും ആവശ്യപ്പെടുകയുണ്ടായി. ജെറുസലേം ലക്ഷ്യമാക്കാൻ മാർപ്പാപ്പ ചൂണ്ടിക്കാട്ടി. മുസ്ലിം അധീനതയിലായിരുന്ന തിരുക്കല്ലറയെപ്പറ്റി പറയാനും മാർപ്പാപ്പ മറന്നില്ല. ഈ ദൗത്യ നിർവഹണത്തിൽ പങ്കുകൊള്ളുന്നവരുടെ എല്ലാം പാപങ്ങൾ പൂർണ്ണമായും മോചിക്കപ്പെടുമെന്നും അദ്ദേഹം വാക്കുകൊടുത്തു. ഒന്നാം കുരിശുയുദ്ധം 1095 ആരംഭിച്ചു. ആദ്യം രംഗത്തിറങ്ങിയത് വേണ്ടവിധം ആയുധങ്ങളില്ലാതിരുന്ന കുറേ സാധാരണ തീർത്ഥാടകരാണ്. ഹക്കേറിയക്കാരും തുർക്കികളും ചേർന്ന് ഇവരെയെല്ലാം തുരത്തി കുറേ പേരെ വധിക്കുകയും ചെയ്തു. എന്നാൽ ഒന്നാം കുരിശുയുദ്ധത്തിൽ തന്നെ വിശുദ്ധ സ്ഥലങ്ങൾ വീണ്ടെടുക്കാൻ കുരിശുയുദ്ധക്കാർക്ക് സാധിച്ചു. ആകെ 8 കുരിശുയുദ്ധങ്ങളാണ് നടന്നത്. ഇതുകൂടാതെ 1212 കുട്ടികളുടെ കുരിശുയുദ്ധം എന്ന പേരിൽ ഒരു പുതിയ സംരംഭം ഫ്രാൻസിലും ജർമ്മനിയിലും ആരംഭിക്കുകയുണ്ടായി. കുരിശുയുദ്ധത്തിൻ്റെ ഫലങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. പാശ്ചാത്യ ക്രൈസ്തവരുടെ മുഴുവൻ ശക്തിയും കഴിവും കുരിശുയുദ്ധങ്ങളിൽ പ്രയോഗിച്ചിട്ടുണ്ട്. പ്രഥമ കുരിശുയുദ്ധത്തിൽ വിശുദ്ധ സ്ഥലങ്ങൾ മോചിക്കപ്പെട്ടുവെന്ന് മാത്രമല്ല, സ്വന്തം പ്രദേശങ്ങൾ സംരക്ഷിക്കാൻ സാധിക്കുമെന്ന ഒരു ആത്മവിശ്വാസം കൈവരുത്തുകയും ചെയ്തു. പുതിയ മുന്നേറ്റങ്ങൾക്ക് സഹായകരമായി പുതിയ താവളങ്ങളും തുറമുഖങ്ങളും കൈവശപ്പെടുത്താനും ഇതിലൂടെ സാധിച്ചു. തീർത്ഥയാത്രകളുടെ വിസ്മരണീയമായ ഒരു പുരോഗതിക്ക് കുരിശുയുദ്ധങ്ങൾ അന്നത്തെ കാലത്ത് വഴിതെളിച്ചു. 12ഉം 13ഉം നൂറ്റാണ്ടുകളിലെ മതാത്മക ജീവിതത്തിൽ ഇതിന് ഗണ്യമായ ഒരു സ്ഥാനമുണ്ടായിരുന്നു. വിശുദ്ധ നാട്ടിൽ സ്ഥാപിക്കപ്പെട്ട മതസ്ഥാപനങ്ങൾ വഴി പൗരസ്ത്യ സഭകളുമായി കൂടുതൽ ബന്ധപ്പെടാനും പൗരസ്ത്യരുടെ ജീവിത രീതികളുമായി പാശ്ചാത്യർ പരിചയപ്പെടാനും കുരിശുയുദ്ധങ്ങൾ കൊണ്ട് കാരണമായി. എന്നാലും കുരിശുയുദ്ധങ്ങൾ മൂലം അനേകം നിരപരാധികളെ രക്തം ചൊരിയുകയും ക്രൈസ്തവർ തന്നെ പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു. എന്തു തന്നെ നല്ല ലക്ഷ്യത്തോടാണെങ്കിലും ഒരു വലിയ രക്തച്ചൊരിച്ചിലിനും നാശനഷ്ടങ്ങൾക്കും കുരിശുയുദ്ധങ്ങൾ കാരണമാകുകയും ചെയ്തു. മധ്യയുഗത്തിൽ പാശ്ചാത്യ സഭയും രാഷ്ട്രങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് നമ്മളിനി കാണുന്നത്. ക്രൈസ്തവർക്കൊരു പേടി സ്വപ്നമായിരുന്നു മധ്യപൂർവ്വ ദേശത്തുയർന്നു വന്ന ഇസ്ലാം എപ്രകാരം വളർന്നുവെന്നും സഭ അതിനെ എങ്ങനെ നേരിട്ടുവെന്നും നമ്മൾ കണ്ടു. പക്ഷേ ക്രൈസ്തവർ എന്ന് അഭിമാനിച്ചിരുന്ന പാശ്ചാത്യ രാഷ്ട്രങ്ങളുമായിട്ടുള്ള ബന്ധവും സഭയ്ക്ക് അത്ര അനുകൂലമായിരുന്നില്ല. ജർമ്മനി, ഇംഗ്ലണ്ട്, ഫ്രാൻസ് എന്നിവിടങ്ങളിലെ രാജാക്കന്മാരും മാർപ്പാപ്പന്മാരുമായി തുറന്ന ഏറ്റുമുട്ടലുകൾ പലപ്പോഴും നടന്നു. ഇതിനെല്ലാം ഇടയാക്കിയ കാരണങ്ങൾ അവിഞ്ഞോൺ പ്രവാസം തുടങ്ങിയവയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. മെത്രാന്മാരുടെ നിയമനം സംബന്ധിച്ച തർക്കങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചതോടെ സഭാ നേതൃത്വവും രാഷ്ട്രീയ അധികാരികളും തമ്മിൽ അതുവരെ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ ഏറെക്കുറെ അവസാനിച്ചു. എങ്കിലും പലപ്പോഴായി പല ഏറ്റുമുട്ടലുകളും സാക്ഷിയാകേണ്ടി വന്നിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ സഭയ്ക്ക് ഒരു പരിവർത്തനത്തിൻ്റെ കാലഘട്ടമായിട്ട് കണക്കാക്കാം. മധ്യയുഗത്തിൻ്റെ അവസാന കാലം സഭയെ സംബന്ധിച്ചിടത്തോളം വിഷമപൂർണമായ ഒന്നായിരുന്നു. അക്കാലത്ത് എല്ലാ രംഗങ്ങളിലുമുള്ള നേട്ടങ്ങൾ അവയുടെ ഉന്നത ശ്രേണിയിലെത്തിയിരുന്നു. മധ്യയുഗത്തിൻ്റെ സംഘടിത സഭയുടെ ശക്തി ക്ഷയിച്ചു തുടങ്ങി. പരിവർത്തന ഘട്ടത്തിൻ്റെ പ്രത്യേകതയായ സാമ്പത്തികവും സാമൂഹികവും ബൗദ്ധികവും രാഷ്ട്രീയവുമായ ഘടകങ്ങൾ സഭയിൽ പരമ്പരാഗതമായി നിലവിലിരുന്ന വ്യവസ്ഥിതിയുടെ മേൽ നടത്തിയ കടന്നാക്രമണം ഈ അധപ്പതനത്തിന് കാരണമായി. സാമ്പത്തിക ഘടകങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഫ്യൂഡൽ വ്യവസ്ഥിതി അനുസരിച്ച് സാമ്പത്തിക മാനദണ്ഡം ഭൂമിയായിരുന്നു. വളർന്നു വന്ന കച്ചവടവും വ്യവസായവും പണത്തിൻ്റെ കൈമാറ്റത്തിന് പ്രാധാന്യം കൂടി വന്നതോടെ ഭൂമിയുടെ പ്രാധാന്യം കുറഞ്ഞു. ഈ മാറ്റം കൂടുതൽ പ്രതികൂലമായി ബാധിച്ചത് അന്ന് യൂറോപ്പിലെ ഏറ്റവും വലിയ ഭൂ ഉടമയായിരുന്ന സഭാ നേതൃത്വത്തെയാണ്. സാമൂഹിക പരിവർത്തനങ്ങൾ. സമൂഹത്തിൻ്റെ ചിന്താഗതിയിലും പ്രകടമായ മാറ്റങ്ങളുണ്ടായി. പുതിയ സാമ്പത്തിക വ്യവസ്ഥിതിയുടെ ഫലമായി മതനിരപേക്ഷത വളർന്നു വന്നു. വർത്തമാനകാല ജീവിതത്തിന് മനുഷ്യർ കൂടുതൽ പ്രാധാന്യം നൽകി. ലോകത്തെയും ലൗകിക കാര്യങ്ങളെയും ത്യജിക്കുക എന്നത് പുതിയ തലമുറയ്ക്ക് സ്വീകാര്യമല്ലായിരുന്നു. സന്യാസ പ്രസ്ഥാനങ്ങൾ പലതും അനാകർഷങ്ങളായി തീർന്നത് അതുകൊണ്ടാണ്. ബൗദ്ധിക മണ്ഡലത്തിലെ പരിവർത്തനങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ദൈവശാസ്ത്രത്തിലും തത്വശാസ്ത്രത്തിലും സമൃദ്ധരായിരുന്ന സ്കോളാസ്റ്റിക് ചിന്തകൾ മിക്കവാറും 1300 ആയപ്പോഴേക്കും കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു. ഇക്കാലത്ത് അൽമാരുടെ വിദ്യാഭ്യാസം നിലവാരം ഉയർന്നതോടെ
ബൗദ്ധിക മണ്ഡലത്തിൽ സഭാ നേതൃത്വത്തിനുണ്ടായിരുന്ന കുത്തക അവകാശം നഷ്ടപ്പെട്ടു. കത്തോലിക്കരായ സാഹിത്യകാരന്മാർ പോലും സ്വന്തം കഴിവുകൾ മതേതരമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് വിനിയോഗിച്ചത്. സഭാ സേവനത്തിൽ അവരൊന്നും പ്രത്യേകമായ താൽപ്പര്യം പ്രകടിപ്പിച്ചില്ല. ബൗദ്ധികമായ മണ്ഡലങ്ങളിൽ സഭയുടെ വളർച്ച പരിമിതമായി. രാഷ്ട്രീയമായ പരിവർത്തനങ്ങളും സഭയ്ക്ക് അക്കാലത്തുണ്ടായി. ഫ്യൂഡലിസം തകരുകയും ദേശീയ ബോധം വളരുകയും ചെയ്തതോടെ പുതിയ ദേശീയ പ്രസ്ഥാനങ്ങൾ രൂപം കൊണ്ടു. ഇത് സഭാ നേതൃത്വത്തിന് ഒരാഘാതമായിരുന്നു. ചക്രവർത്തിമാരുടെ സ്ഥാനം കൂടി ദേശീയ നേതാക്കൾ ഏറ്റെടുത്തു. ഭരണാധികാരികളുമായിട്ടുള്ള യുദ്ധങ്ങളിൽ പ്രമാണികളായ അൽമാരുടെയും ഒരു പരിധിവരെ മെത്രാന്മാരുടെയും സഹായം മാർപ്പാപ്പയ്ക്കുണ്ടായിരുന്നു. 1270 മുതൽ കാറ്റ് തിരിഞ്ഞു വീശി തുടങ്ങി. ജനങ്ങൾ തങ്ങളുടെ ദേശീയ നേതാവുമായുള്ള കൂട്ടുകെട്ടിന് വിദൂരസ്ഥനായ പോപ്പുമായുള്ള സഖ്യത്തേക്കാൾ പ്രാധാന്യം നൽകി. അങ്ങനെ രാഷ്ട്രീയ മേഖലയിലുള്ള മാർപ്പാപ്പയുടെ സ്വാധീനം കുറഞ്ഞുവന്ന്. മാർപ്പാപ്പമാരുടെ ഭരണപരമായ സ്വാധീനം വിവിധ പ്രദേശങ്ങളിൽ തീരെ താണു തുടങ്ങി. ഈ കാലഘട്ടത്തിൽ ഉണ്ടായ ഏറ്റവും വലിയൊരു സംഭവമാണ് മാർപ്പാപ്പമാരുടെ അവിഞ്ഞോൺ പ്രവാസം. 1309 മുതൽ 1376 വരെ മാർപ്പാപ്പമാരുടെ ആസ്ഥാനം റോമിൽ നിന്ന് ഫ്രാൻസിൽ റോൺ നദീതീരത്തുള്ള അവിഞ്ഞോൺ ആയിരുന്നു. മാർപ്പാപ്പമാരുടെ ഈ ഭരണ കാലഘട്ടമാണ് അവിഞ്ഞോൺ പേപ്പസി അഥവാ അവിഞ്ഞോൺ പ്രവാസം എന്നറിയപ്പെടുന്നത്. അങ്ങനെ 14-ാം നൂറ്റാണ്ടിൽ 67 വർഷക്കാലം 7 മാർപ്പാപ്പമാരുടെ ഭരണകാലം അവിഞ്ഞോൺ ആയിരുന്നു. ഇറ്റലിയിലെയും റോമിലെയും രാഷ്ട്രീയപരമായ അരക്ഷിതാവസ്ഥയാണ് അവിഞ്ഞോൺ പ്രവാസത്തിന് പ്രധാന കാരണം. റോമിലേക്ക് തിരിച്ചു പോകണമെന്ന് മാർപ്പാപ്പമാർ പലപ്പോഴും ആഗ്രഹിച്ചു. സിയന്നയിലെ വിശുദ്ധ ഖാദരൻ അവിഞ്ഞോണിലെത്തി ഗ്രിഗറി 11 മാർപ്പാപ്പയെ നേരിൽ കണ്ട് ദൈവത്തിൻ്റെ നാമത്തിൽ തിരിച്ചു പോകുവാൻ അഭ്യർത്ഥിച്ചു. അങ്ങനെ പ്രതിബന്ധങ്ങളെല്ലാം തരണം ചെയ്ത് 1377 മാർപ്പാപ്പ വത്തിക്കാനിലെത്തി. പരിവർത്തനത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ പാശ്ചാത്യ സഭയ്ക്ക് അഭിമുഖീകരിക്കേണ്ടി വന്ന പ്രശ്നങ്ങളാണ് നമ്മൾ കണ്ടത്. വിവിധ രാഷ്ട്രങ്ങളുമായുള്ള ഏറ്റുമുട്ടൽ സഭാ നേതൃത്വത്തിൻ്റെ ശ്രദ്ധയെ ആധ്യാത്മിക തലങ്ങളിൽ നിന്നും വ്യതിചലിച്ചു. സഭാ നേതൃത്വം ഒരു രാജ്യവുമായും പ്രത്യേക ബന്ധം നിലനിർത്തരുതെന്ന് സഭയുടെ ആത്മീയത നഷ്ടപ്പെട്ടതെന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മധ്യയുഗത്തിലുണ്ടായിരുന്ന റോമൻ കേന്ദ്രീകരണത്തെക്കുറിച്ചാണ് നമ്മൾ ഇനി കാണുന്നത്. റോമ കേന്ദ്രമാക്കിയുള്ള ശക്തമായൊരു ഭരണ സമ്പ്രദായം കത്തോലിക്ക സഭയിൽ പ്രാബല്യത്തിൽ വരുന്നത് 12-13 നൂറ്റാണ്ടുകളോടുകൂടിയാണ്. ഇക്കാലത്ത് ഭരണപരവും നയപരവുമായ പല കാര്യങ്ങളും മാർപ്പാപ്പയുടെ നിയന്ത്രണത്തിലായി. അധികാര കേന്ദ്രീകരണമെന്ന ഉദ്ദേശത്തോടു കൂടി സമ്മേളിച്ച 4-ാം ലാറ്ററൻ സുനോദോസ് വിവിധങ്ങളായ മാർഗങ്ങളിലൂടെ അത് സാധിച്ചു. വിശുദ്ധരുടെ തിരുശേഷിപ്പുകളുടെ പരസ്യമണക്കം മാർപ്പാപ്പയുടെ അംഗീകാരത്തോടെ വേണമെന്ന് നിർദ്ദേശിക്കുന്ന ഒരു രേഖ തന്നെ പ്രസ്തുത സമ്മേളനം പാസാക്കി. ഇതോടുകൂടി വിശുദ്ധരുടെ നാമകരണ നടപടിയും റോമിൻ്റെ അധികാര പരിധി ഒതുങ്ങി. 12-13 നൂറ്റാണ്ടുകളിൽ വ്യാപകമായ ഇൻക്വിസിഷൻ കോടതിയുടെ പ്രവർത്തനങ്ങളും റോമൻ കേന്ദ്രീകരണത്തെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. മെത്രാന്മാരുടെ നിയമനവും മാർപ്പാപ്പമാരുടെ നേരിട്ടുള്ള അധികാരത്തിലെത്തിയപ്പോൾ മറ്റ് രൂപതകൾക്ക് റോമിനോടുള്ള വിധേയത്വം ഒന്നുകൂടി വർദ്ധിച്ചു. പാശ്ചാത്യ സഭയുടെ പാരമ്പര്യങ്ങളും അധികാര അവകാശങ്ങളും ശരിയായിട്ട് പാലിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുവാൻ മാർപ്പാപ്പ പ്രതിനിധികളെ അയക്കാൻ തുടങ്ങിയത് 9-ാം നൂറ്റാണ്ടോടുകൂടിയാണ്. ഇങ്ങനെ മാർപ്പാപ്പ സ്വതന്ത്രമായ ഒരു രാഷ്ട്രീയ ഭരണത്തലവൻ എന്ന നിലയ്ക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് അയക്കുന്ന പേപ്പൽ പ്രതിനിധികളെയാണ് ന്യൂൻഷ്യോകൾ. അധികാര വികേന്ദ്രീകരണത്തിന് ഉപയോഗിച്ചിരുന്ന മറ്റ് മാർഗങ്ങളാണ് പാലിയം നൽകലും ആദ്ലമിന സന്ദർശനവും. പാലിയം എന്നത് കഴുത്തിൽ ധരിക്കുന്ന അലങ്കരിച്ച രോമവസ്ത്രമാണ്. സിവിൽ അധികാരികളും മറ്റും തോളിൽ ധരിച്ചിരുന്ന ഈ വസ്ത്രം സഭാ അധികാരത്തിൻ്റെ ഒരു ചിഹ്നമായി പരിണമിച്ചു. മെത്രാപ്പോലിത്തമാരുടെ സ്ഥാനാരോഹണം പൂർണ്ണമാകണമെങ്കിൽ മാർപ്പാപ്പയിൽ നിന്നും നേരിട്ട് പാലിയം സ്വീകരിക്കണമെന്നായി. എല്ലാ മെത്രാന്മാരും 5 വർഷത്തിലൊരിക്കൽ റോമിലെത്തി വിശുദ്ധ പത്രോസിൻ്റെയും വിശുദ്ധ പൗലോസിൻ്റെയും ശവകുടീരങ്ങൾ സന്ദർശിച്ച് പ്രാർത്ഥിക്കണമെന്നും രൂപതാ ഭരണത്തെ സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും നിയമമുണ്ടാക്കി. ഇങ്ങനെയുള്ള സന്ദർശനത്തിനാണ് ആദ്ലമിന സന്ദർശനം എന്ന് പറയുന്നത്. മധ്യയുഗത്തിലുണ്ടായ കാനൻ നിയമങ്ങളുടെ ക്രോഡീകരണം. സഭയുടെ ഔദ്യോഗിക ഭരണക്രമത്തിന് അടിസ്ഥാനമായി നിലനിൽക്കുന്ന നിയമസംഹിതയാണ് കാനൻ നിയമം.
12-ാം നൂറ്റാണ്ടിൽ പാശ്ചാത്യ സഭ ഔദ്യോഗികമായി ഒരു നിയമസംഹിത പ്രസിദ്ധപ്പെടുത്തി. ഇതിൻ്റെ അടിസ്ഥാനമായി നിലനിന്നത് 5-ാം നൂറ്റാണ്ടിലും 7-ാം നൂറ്റാണ്ടിലും 8-ാം നൂറ്റാണ്ടിലും പ്രസിദ്ധപ്പെടുത്തിയ നിയമസംഹാരങ്ങളുടെയും മാർപ്പാപ്പമാരുടെ നിർദ്ദേശങ്ങളുമാണ്. 13-ാം 14-ാം നൂറ്റാണ്ടുകളിൽ തന്നെ സഭ ഒരു നിയമ വികസനവും തുടർന്നു വന്നു. ഇങ്ങനെ സഭയുടെ കാനൻ നിയമത്തിന് ഒരു വളർച്ച മധ്യയുഗത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മൾ കാണുന്നത് റോമൻ കൂരിയയാണ്. കത്തോലിക്ക സഭയുടെ പൊതുവായ കാര്യങ്ങളിൽ മാർപ്പാപ്പയെ സഹായിക്കുവാനുള്ള ഭരണ സംവിധാനമാണ് റോമൻ കൂരിയ. രാഷ്ട്രീയ ഭരണത്തലവന്മാരുടെ കീഴിൽ വിവിധങ്ങളായ ഭരണ വകുപ്പുകൾ പ്രവർത്തിക്കുന്നത് പോലെ തന്നെ റോമൻ കൂരിയ മാർപ്പാപ്പയെ ഭരണകാര്യങ്ങളിൽ സഹായിക്കുന്നു. റോമൻ കൂരിയായ്ക്ക് രൂപം ലഭിച്ചത് വളരെയധികം പരിണാമങ്ങൾക്ക് ശേഷമാണ്. 6-ാം നൂറ്റാണ്ട് വരെ റോമിലെ ചില പ്രത്യേക ഇടവുകളിലെ വൈദിക ശ്രേഷ്ഠന്മാരായിരുന്നു മാർപ്പാപ്പയെ ഭരണകാര്യങ്ങളിൽ സഹായിച്ചിരുന്നത്. 11-ാം നൂറ്റാണ്ടായപ്പോൾ ഇതിനു മാറ്റം വന്നു. ശ്ലൈഹിക സിംഹാസന വൈദികർ എന്നറിയപ്പെടുന്ന വൈദിക ഗണം ഇതിനായി നിയോഗിക്കപ്പെട്ടു. പ്രധാന പട്ടണങ്ങളിലെ വികാരിമാരും റോമിലെ 7 ഡീക്കന്മാരും ഇതിൽ ഉൾപ്പെട്ടിരുന്നു. 11-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടുകൂടി ഇവരെല്ലാവരും കർദ്ദനാളന്മാരായി ഉയർത്തപ്പെട്ടു. 1170-ൽ അലക്സാണ്ടർ മൂന്നാമൻ ഈ സംഘത്തിൻ്റെ നടത്തിപ്പിനായി നിയമങ്ങൾ ഉണ്ടാക്കി. ഇന്നസെൻ്റ് മൂന്നാമൻ പിന്നെയും അതിനെ ക്രമീകരിച്ചു. അങ്ങനെ പല കാലഘട്ടങ്ങളിലൂടെ രൂപാന്തര വിധേയമായി വളർന്നു വന്ന ഒരു ഭരണ സംവിധാനമാണ് റോമൻ കൂരിയ. കൂരിയയുടെ പ്രവർത്തനങ്ങൾ വികസിച്ചതോടെ ജോലി അടിസ്ഥാനപ്പെടുത്തിയുള്ള വിഭജനം ആവശ്യമായി വന്നു. 13-ാം നൂറ്റാണ്ടിൽ രൂപം കൊണ്ട ഭരണസംബന്ധമായ 3 വകുപ്പുകൾ ഇതിന് ഉദാഹരണമാണ്. ഔദ്യോഗിക കാര്യാലയമായി അല്ലെങ്കിൽ ചാൻസറി, നിയമനിർമ്മാണ സഭ, അപ്പസ്റ്റോലിക് ചേംബർ, അന്നുണ്ടായ വിവിധ കോടതികൾ അല്ലെങ്കിൽ ജുഡീഷ്യൽ ട്രൈബ്യൂണൽസ് എന്നിവയാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് മധ്യയുഗത്തിലുണ്ടായിരുന്ന സഭയുടെ ശിക്ഷണ നടപടികളെക്കുറിച്ചാണ്, അഥവാ ഇൻക്വിസിഷൻ. സഭയ്ക്കുള്ളിൽ വെല്ലുവിളികളും ഛിദ്രങ്ങളും പ്രകടമായപ്പോൾ സഭാ നേതൃത്വം ജാഗരൂകരായി. അതിൻ്റെ ഫലമായാണ് ഇൻക്വിസിഷൻ എന്ന പേരിലുണ്ടായ ശിക്ഷണ നടപടികൾ. കത്തോലിക്ക സഭയിൽ ക്രൈസ്തവ വിശ്വാസത്തിന് എതിരായ പ്രവൃത്തികൾ കണ്ടുപിടിക്കുക, സത്യവിശ്വാസം സംരക്ഷിക്കുന്നതിനായി പാഷണ്ഡതകളെയും അബദ്ധ പ്രബോധകരെയും തിരുത്തുക, മതദ്രോഹ പ്രവർത്തനങ്ങൾ നിരോധിക്കുക, മതവിശ്വാസ വിരുദ്ധ ഗ്രന്ഥങ്ങളെ നിരോധിക്കുക, ആവശ്യമെങ്കിൽ വിചാരണ ചെയ്ത് ശിക്ഷ വിധിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ റോമിൽ ഗ്രിഗറി 9-ാമൻ മാർപ്പാപ്പ സ്ഥാപിച്ച ഒരു പ്രത്യേക ശിക്ഷണ രീതിയാണ് ഇൻക്വിസിഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. 12-ാം നൂറ്റാണ്ടിൽ ശക്തി പ്രാപിച്ച ആൽബിജൻസിയൻ ഭാഷണതയെ പ്രതിരോധിക്കുക എന്നതായിരുന്നു ഇൻക്വിസിഷൻ സംവിധാനത്തിൻ്റെ പ്രധാന ലക്ഷ്യം. മനിക്കേയൻ ഭാഷണതയുടെ ആശയങ്ങൾ ഉൾക്കൊണ്ട് മരിച്ചവർക്ക് പുനർജന്മമുണ്ടെന്ന് വാദിക്കുകയും ദൃശ്യസഭയും കൂദാശകളുടെയും പ്രസക്തി നിഷേധിക്കുകയും ചെയ്തു. ആൽബജൻസിയൻ ഭാഷണ്ഡത വിവാഹത്തെ പാപമായി പ്രഖ്യാപിച്ച് സമ്പൂർണ്ണ വിരക്ത ജീവിതത്തിനു വേണ്ടി വാദിച്ചിരുന്നു. ഈ അബദ്ധ പ്രബോധനത്തിൻ്റെ വ്യാപനം തടയുന്നതിനായി സഭയും രാഷ്ട്രങ്ങളും തമ്മിൽ ഏർപ്പെട്ട ഒരു ഉടമ്പടിയാണ് ഇൻക്വിസിഷൻ സംവിധാനത്തിൻ്റെ ആരംഭത്തിന് കാരണമായത്. ഉടമ്പടി പ്രകാരം പാഷണ്ഡകരെയും അബദ്ധ പ്രബോധകരെയും സഭയുടെ ഇൻക്വിസിഷൻ സംവിധാനത്തിൽ വിചാരണ ചെയ്ത് ശിക്ഷ വിധിച്ചു. ശിക്ഷാർഹരായ കുറ്റവാളികളെ രാഷ്ട്രത്തിന് കൈമാറും. ശിക്ഷ നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്വം രാഷ്ട്രത്തിനായിരിക്കും. 12-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 13-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലും ഇറ്റലിയിലും ഫ്രാൻസിലും ഇൻക്വിസിഷൻ നടപടികൾ വ്യാപകമാക്കുവാൻ മെത്രാൻ സമിതികൾ മുൻകൈയെടുത്തുവെന്ന ചരിത്രരേഖകളുണ്ട്. ഇടവ വികാരിയും വിശ്വസ്തരായ അൽമാരുടെ ഒരു സംഘവും അടങ്ങുന്ന സമിതിയാണ് പ്രാദേശികമായി ഇൻക്വിസിഷൻ നടപടികൾക്ക് നേതൃത്വം നൽകിയിരുന്നത്. ഇവർ അബദ്ധ പ്രബോധകരെ കണ്ടെത്തുകയും വിചാരണ ചെയ്ത് ശിക്ഷ വിധിക്കുകയും ചെയ്തിരുന്നു. അന്ന് സഭ പഠിപ്പിച്ചിരുന്ന പഠനങ്ങൾക്ക് എതിരായി പഠിപ്പിച്ചിരുന്നവരെ ഇങ്ങനെയുള്ള ശിക്ഷാ നടപടികൾക്ക് വിധേയരാക്കിയിരുന്നു. 1215 ലാറ്ററൻ കൗൺസിലിൽ ഇൻക്വിസിഷൻ നടപടികളോട് സഹകരിക്കാതിരുന്ന രാഷ്ട്രീയ അധികാരികൾക്ക് മകറോൺ ശിക്ഷ പ്രഖ്യാപിച്ചതോടെ സഭാ നേതൃത്വവും രാഷ്ട്രീയ നേതൃത്വവും ഒത്തൊരുമിച്ച് ഇൻക്വിസിഷൻ നടപടികൾ വേഗത്തിലാക്കി. നിരന്തരമായ മുന്നറിയിപ്പുകൾ അവഗണിച്ച് പാഷണ്ഡതയിൽ തുടരുന്നവർ മരണശിക്ഷയ്ക്ക് അർഹരാണെന്ന്
1229 തുളൂസിൽ ചേർന്ന കൗൺസിൽ പ്രഖ്യാപിച്ചു. രാജ്യദ്രോഹത്തിന് സമാനമായി കുറ്റം ചേർത്ത് അനേകരെ അങ്ങനെ പീഡിപ്പിച്ചു. 1252 ഇന്നസെൻ്റ് നാലാമൻ മാർപ്പാപ്പ ഇൻക്വിസിഷൻ നടപടികളുടെ വിചാരണയിൽ മർദ്ദനമുറകൾ അനുവദിച്ചുകൊണ്ട് കൽപ്പന പുറപ്പെടുവിച്ചു. സംശയത്തിൻ്റെ പേരിൽ അനേകർ പീഡിപ്പിക്കപ്പെട്ടു. മന്ത്രവാദം, ദൈവദൂഷണം, ബാധയൊഴിപ്പിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളെല്ലാം ഇൻക്വിസിഷൻ പരിധിയിൽ വന്നതോടെ അനേകർ നിഷ്ഠൂരമായി പീഡിപ്പിക്കപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്തു. 1542 മൂന്നാം പോൾ മാർപ്പാപ്പ വിവിധ രാജ്യങ്ങളിലെ ഇൻക്വിസിഷൻ നടപടികൾക്ക് മേൽനോട്ടം വഹിക്കുക എന്ന ലക്ഷ്യത്തോടെ റോമൻ കൂരിയായിൽ കർദിനാൾമാരുടെ നേതൃത്വത്തിൽ ഒരു കാര്യാലയം തന്നെ സ്ഥാപിച്ചു. 1633 ഗലീലിയോയെ വിചാരണ ചെയ്തത് ഈ കാര്യാലയമാണ്. സത്യവിശ്വാസ സംരക്ഷണം ലക്ഷ്യമാക്കി ആരംഭിച്ച ഈ കാര്യാലയത്തിൻ്റെ നടത്തിപ്പിൽ അനവധി അപചയങ്ങൾ കടന്നുകൂടിയതോടെ പാഷണ്ഡികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ വകുപ്പുണ്ടായിരുന്നതിനാൽ സമ്പന്നരായ പലരും അകാരണമായി വിചാരണ ചെയ്യപ്പെടുകയും ഭീമമായ സ്വത്ത് പിടിച്ചെടുക്കപ്പെടുകയും ചെയ്തതായി ആരോപണങ്ങളുണ്ട്. സ്പാനിഷ്, പോർച്ചുഗൽ കോളനികൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു തുടങ്ങിയതോടെ 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ ഇൻക്വിസിഷൻ നടപടികൾ അവസാനിച്ചു. സഭാചരിത്രത്തിലെ കറുത്ത ഏടുകളിലൊന്നായാണ് ഇൻക്വിസിഷൻ നടപടികൾ വിലയിരുത്തപ്പെടുന്നത്. ഇൻക്വിസിഷൻ നടപടികൾ വിശ്വാസ സംരക്ഷണം എന്ന സതുദ്ദേശത്തോടെ ആരംഭിച്ചതാണെങ്കിലും അവയുടെ നടപടിക്രമങ്ങളിൽ ഒട്ടേറെ അപചയങ്ങളും അനീതികളും സംഭവിച്ചിരുന്നു. അതിനാലാണ് 2000 ആണ്ടിലെ മഹാ ജൂബിലിയോടനുബന്ധിച്ച് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇൻക്വിസിഷൻ നടപടികളിലെ അതിക്രമങ്ങളെപ്പറ്റി ലോകത്തോട് മാപ്പ് ചോദിച്ചത്. മധ്യയുഗത്തിലുണ്ടായ നവോത്ഥാനം അഥവാ റിനൈസൻസ് സഭയുടെ ഭരണക്രമത്തെയും ജീവിതത്തെയും എപ്രകാരം ബാധിച്ചു എന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. പുരാതന ഗ്രീക്ക് റോമൻ സംസ്കാരത്തിൻ്റെയും കലാ സാഹിത്യാദികളുടെയും മധ്യയുഗത്തിലെ പുനർജന്മമെന്ന് നവോത്ഥാനത്തെ വിശേഷിപ്പിക്കാം. മധ്യയുഗ യൂറോപ്പിലെ സാഹിത്യപരവും സാംസ്കാരികവും ദാർശനികവുമായ വ്യവസ്ഥിതികൾക്കുള്ള തിരിച്ചടിയായിരുന്നു അത്. ഈ ലോകത്തിലെ യാഥാർത്ഥ്യങ്ങൾ തീരെ അവഗണിച്ച് ആധ്യാത്മികമായ കാര്യങ്ങൾക്ക് അമിത പ്രാധാന്യം കൊടുക്കുകയും ചെയ്തു പോന്ന സ്കോളാസ്റ്റിക് ചിന്ത, അതായത് അന്നത്തെ ദൈവശാസ്ത്ര പഠനങ്ങൾ, സന്യാസ ജീവിതവും യൂറോപ്പിലെ ജനതയുടെ, പ്രത്യേകിച്ച് ചില ചിന്തകരുടെ മനം മടുപ്പിച്ചു. പുരാതന ഗ്രീക്ക് റോമൻ സംസ്കാരവും അവയുടെ ഫലമായ സാഹിത്യകൃതികളും കലാവസ്തുക്കളും കൂടുതൽ ജനങ്ങളിലേക്ക് ആകർഷിക്കുകയും ജനങ്ങൾ ആസ്വദിക്കുകയും ചെയ്തു. അവ പഠിക്കുന്നതിന് ഒരു പുതിയ ഉണർവ് എല്ലാവർക്കുമുണ്ടായി. 14-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ 16-ാം നൂറ്റാണ്ടിൻ്റെ മധ്യം വരെ നീണ്ടുനിന്ന ഈ പുത്തൻ പ്രവണതയാണ് നവോത്ഥാനം അഥവാ റിനൈസൻസ് എന്ന് മനസ്സിലാക്കാം. ഈ പ്രപഞ്ച വസ്തുക്കളെയും കാര്യങ്ങളെയും യാഥാർത്ഥ്യങ്ങളെയും ഈ ലോകത്തെ തന്നെ കണ്ണു തുറന്ന് കാണുവാനും പഠിക്കുവാനും നവോത്ഥാനം പ്രേരിപ്പിച്ചു. ഈ ലോക ജീവിതത്തിൻ്റെ മഹാത്മ്യവും മനുഷ്യൻ്റെ ശാരീരികവും മാനസികവും ബുദ്ധിപരമായ കഴിവുകളുടെ ശ്രേഷ്ഠതയും അന്നത്തെ ചിന്തകർ വാനോളം പുകഴ്ത്തി. മരണാനന്തര ജീവിതത്തിൽ സർവ ശ്രദ്ധയും കേന്ദ്രീകരിക്കുകയല്ല, ഭൗതിക ജീവിതത്തെ ശ്രേയസ്കരമാക്കുകയാണ് നല്ലതെന്ന് അവർ വാദിച്ചു. നവോത്ഥാനത്തിന് മുൻകൈയെടുത്തവരെ പൊതുവെ ഹ്യൂമനിസ്റ്റുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. അക്കാലഘട്ടത്തിൽ ധാരാളം ക്രിസ്ത്യൻ ഹ്യൂമനിസ്റ്റുകൾ ഉണ്ടായിരുന്നു. അവരിൽ പ്രധാനി ആയിരുന്നു ഇറാസ്മുസ്. യൂറോപ്പിനെ ആകമാനം ഈ പുതിയ ചിന്താധാര ഒരുക്കുവാൻ തുടങ്ങി. ഇറ്റലിയിലെ ഫ്ലോറൻസിലാണ് ഈ പ്രവണത ആരംഭിച്ചത്. സാന്റോ, ലിയനാർഡോ ഡാവിഞ്ചി, മാക്കിവെല്ലി, മൈക്കിൾ ആഞ്ചലോ എന്നിവരുടെ സ്വാധീനം ഏറ്റവും അധികം അനുഭവപ്പെട്ടത് ഇവിടെയാണ്. ഇറ്റലിയിൽ ആരംഭിച്ച ഈ പ്രസ്ഥാനം ക്രമേണ ജർമ്മനിയിലേക്കും അവിടെ നിന്ന് സ്കോട്ട്ലൻഡിലേക്കും വ്യാപിച്ചു. പ്രകൃത്യാതീത ശക്തികളെ ഒട്ടേറെ തിരസ്കരിക്കുകയും മനുഷ്യബുദ്ധിയെ സർവസ്വമായി കരുതിപ്പോരുകയും ചെയ്തു. സഭയുടെ പല പ്രബോധനങ്ങളും ഈ അവസരത്തിൽ വിമർശന വിധേയമാക്കി. നമുക്കിനി നവോത്ഥാനവും നവോത്ഥാന കാലഘട്ടത്തിൽ മാർപ്പാപ്പന്മാർ ഇപ്രകാരം പ്രതികരിച്ചുവെന്ന് നമുക്ക് നോക്കാം. മാർപ്പാപ്പന്മാർ പൊതുവിൽ നവോത്ഥാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് തൽപരരായിരുന്നു. ക്ലെമന്റ് ആറാമൻ മാർപ്പാപ്പയുടെ കാലഘട്ടത്തിൽ റോമിനെ ഒരു പണ്ഡിത സദസ്സിൻ്റെ ആസ്ഥാനമാക്കി തീർക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പേപ്പൽ ലൈബ്രറി വിപുലപ്പെടുത്താനും പുരാതന സാഹിത്യകൃതികളുടെയും ബൈബിളിൻ്റെയും കയ്യെഴുത്ത് പ്രതികൾ കഴിയുന്നത്ര ശേഖരിച്ച് ക്രോഡീകരിക്കുവാനും സാധിച്ചത് അദ്ദേഹത്തിൻ്റെ വലിയ നേട്ടമായിരുന്നു. വത്തിക്കാൻ കൊട്ടാരവും പേപ്പൽ സംസ്ഥാനങ്ങളിലെ പള്ളികളിലും നവോത്ഥാന കലയ്ക്ക് അനുസൃതമായി പരിഷ്കരിക്കുവാൻ അദ്ദേഹം മുൻകൈയെടുത്തു.
മൈക്കിൾ ആഞ്ചലോ, റാഫേൽ, ലിയോനാർഡോ ഡാവിഞ്ചി എന്നീ കലാകാരന്മാരുടെ കരവിരുത് റോമാ നഗരത്തെ മനോഹരമാക്കി. റോമിലെ മനം കവരുന്ന ശില്പകലാസൗധങ്ങളിൽ പലതും ഈ കാലഘട്ടത്തിലെ വലിയ നേട്ടങ്ങളായിട്ട് നമുക്ക് കണക്കാക്കാം. പക്ഷേ മധ്യയുഗത്തിൽ തന്നെ റോമൻ കൂരിയായിൽ നിരവധി അഴിമതികൾ ആരംഭിച്ചു. ബാഹ്യ ആഡംബരങ്ങൾ വർദ്ധിച്ചതോടെ ആന്തരിക മൂല്യങ്ങൾ അനുദിനം അധപ്പതിച്ചു തുടങ്ങി. ആന്തരിക നവോത്ഥാനത്തിന് ആരും മുൻകൈ എടുത്തില്ലെന്നാണ് വാസ്തവം. നവോത്ഥാന യുഗത്തിലെ മാർപ്പാപ്പമാർ ആധ്യാത്മിക നേതൃത്വത്തിലേക്കാൾ ഉപരി രാഷ്ട്രീയവും സാമ്പത്തികവുമായ മേൽക്കോയ്മയ്ക്കാണ് പലപ്പോഴും വില കൽപ്പിച്ചിരുന്നത്. രാഷ്ട്രീയ അധികാരികളെപ്പോലെ പെരുമാറാൻ അവർ തുടങ്ങി. പേപ്പൽ സംസ്ഥാനങ്ങൾ സംരക്ഷിക്കുന്നതിനും ഭരണം നിലനിർത്തുന്നതിനും വേണ്ടി അവർ ശ്രദ്ധിച്ചു. അധികാരം അമിതമായി മാർപ്പാപ്പമാരിൽ കേന്ദ്രീകരിക്കപ്പെട്ടു. ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കുള്ള കോളനിവൽക്കരണം, രാഷ്ട്രീയപരമായും സഭാപരമായും ഒരു മേൽക്കോയ്മ പാശ്ചാത്യരിൽ രൂപപ്പെടുത്തുകയുണ്ടായി. അക്കാലഘട്ട നിരവധി ദുരാചാരങ്ങൾ സഭയിലുണ്ടായിരുന്നു. 15-ാം നൂറ്റാണ്ടിൽ നടമാടിയിരുന്ന ദുരാചാരങ്ങൾ പ്രധാനമായും സഭാഭരണത്തെ സംബന്ധിക്കുന്നവയായിരുന്നു. അൽമാരുടെ പാണ്ഡിത്യം വർദ്ധിച്ചതോടെ വൈദികരുടെ അജ്ഞത കൂടുതൽ പ്രകടമായി. വൈദിക പരിശീലനത്തിൻ്റെ നിലവാരം കുറഞ്ഞു വന്നു. സഭാ നേതൃത്വത്തിൻ്റെ സാൻമാർഗിക അധപതനമായിരുന്നു ഫലം. ഭക്തി അഭ്യാസങ്ങളിൽ അവർ വ്യാപൃതരായി. ക്രൈസ്തവ വിശ്വാസം അന്ധവിശ്വാസമായി തരം താണു. കോഴ കൊടുത്ത് സഭയിലെ പ്രധാന പദവികൾ കരസ്ഥമാക്കുക, ദണ്ഡവിമോചനങ്ങൾ, തിരുശേഷിപ്പോൾ മുതലായവ വരുമാനമാർക്കുക എന്നിവ വിരളമല്ലായിരുന്നു. വിവിധ തലങ്ങളിൽ അഴിമതിയും ധൂർത്തിൻ്റെയും പര്യായമായി സഭ മാറി. അക്കാലത്തെ മാർപ്പാപ്പയായിരുന്ന ജൂലിയസ് രണ്ടാമൻ മാർപ്പാപ്പയുടെ ജീവിതവും പ്രവർത്തനങ്ങളും സഭയിൽ വലിയ പ്രതിസന്ധികൾക്ക് കാരണമായി. ഇതിനെല്ലാം പരിഹാരമായി ഒരു സാർവത്രിക സുനകദോസ് അത്യന്താപേക്ഷിതമാണെന്ന നിഗമനത്തിൽ എത്തിച്ചേർന്നു. അതിൻ്റെ ഫലമാണ് 5-ാം ലാറ്ററൻ സുനകദോസ്. പക്ഷേ സഭയിൽ അനിവാര്യമായിരുന്ന നവീകരണത്തിൻ്റെ കാര്യത്തിൽ ഈ കൗൺസിൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. മധ്യയുഗത്തിൽ കലാസാഹിത്യ രംഗങ്ങളിലുണ്ടായ നവോത്ഥാനം എങ്ങനെ പാശ്ചാത്യ സഭയെ ബാധിച്ചുവെന്നും അതുകൊണ്ടുണ്ടായ നേട്ടങ്ങളും കോട്ടങ്ങളും എന്തൊക്കെയായിരുന്നുവെന്നും ചുരുക്കത്തിൽ നമ്മൾ കാണുകയായിരുന്നു. സഭയുടെ സംഘടനാ രൂപത്തിൻ്റെ കെട്ടുറപ്പിനും സ്കോളാസ്റ്റിക് ചിന്താഗതിയുടെ വളർച്ചയ്ക്കും വേണ്ടി പരിശ്രമിക്കുന്ന ഒരു സഭാ നേതൃത്വത്തെയാണ് നാം ഇവിടെ കാണുക. സംസ്ഥാനങ്ങളുടെ ശക്തിയും പ്രതാപത്തിനും വേണ്ടി സ്ഥാപനങ്ങളുടെ കെട്ടുറപ്പാണ് സഭയുടെ വളർച്ച എന്നീ തെറ്റിദ്ധാരണ ജീവിത സാക്ഷ്യം നഷ്ടപ്പെടുത്തി. പിന്നീട് സഭയിലുണ്ടായ സംഭവങ്ങളെ ഇതിൻ്റെ തുടർച്ചയായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ഇന്ന് കണ്ടത് മധ്യയുഗത്തിലെ സഭയെക്കുറിച്ചാണ്. പൊതുവെ മധ്യയുഗത്തിലെ സഭയെ ഒരു ഇരുണ്ട കാലഘട്ടമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സഭ ഭാഗ്യമായ കാര്യങ്ങളിൽ ഒരു വളർച്ച ഉണ്ടായപ്പോൾ ആധ്യാത്മികമായ ശക്തി സഭ ലോകത്തിന് കൊടുക്കേണ്ട ജീവിത സാക്ഷ്യം നഷ്ടപ്പെടുത്തി. എങ്കിലും മധ്യയുഗത്തിലുണ്ടായ സഭയുടെ വളർച്ചയും തളർച്ചയും സഭാചരിത്ര പഠനം കൂടുതൽ മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കും. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.